UDF BJP ബാന്ധവത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റച്ചാട്ടത്തിന് BJPയിൽ പോകാൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷി കുത്തില്ലെന്ന് മുഖ്യമന്ത്രി. ഇതിനുദാഹരണമാണ് തൃശൂരിലെ മറ്റത്തൂരിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിശദാംശങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്തും ചേരുന്നു. മാനസ, ഉത്തരേന്ത്യൻ ജില്ലകളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോഡലുണ്ട്. ഓപ്പറേഷൻ കമലം, ഓപ്പറേഷൻ താമര നമ്മൾ കണ്ടതാണ്. പണം കൊടുത്ത് ആളുകളെ BJPയിലേക്ക് കൊണ്ടുവരുന്ന അതേ നിലപാട്, അതിന്റെ മറ്റൊരു മോഡലാണ്, മറ്റത്തൂർ മോഡലാണ് ഇന്നലെ തൃശ്ശൂരിൽ കണ്ടത്. അതിനെതിരെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനവും. തീർച്ചയായും അത് തന്നെയാണ് വിനിഷ സൂചിപ്പിക്കുന്നത്. ഒറ്റച്ചാട്ടത്തിലെ BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചിരിക്കുകയാണ്. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDFിനുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ BJP അവരെ അങ്ങെടുത്തു. മാത്രമല്ല, കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇത് എന്നും നിരന്തരം LDF സർക്കാർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയും തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, BJPക്ക് അടിയറവ് പറയുന്ന ഒരു കോൺഗ്രസിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത്. അല്പസമയം മുൻപ് മറ്റു നേതാക്കളൊക്കെയും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉദാഹരണ സഹിതമാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. 2018 അരുണാചൽ പ്രദേശിൽ ആകെ 44 കോൺഗ്രസ് MLAമാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 പേരും ഒറ്റ രാത്രി കൊണ്ട് NDAയിലേക്ക് ചാടിയിരുന്നു. ഒരു MLA പോലും ഇല്ലാതിരുന്ന പുതുച്ചേരിയിൽ കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിട്ട് 2021 BJP അധികാരം പിടിക്കുകയും ചെയ്തു. 2019 ഗോവയിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് അതിന്റെ എല്ലാം ഒരു കേരള മോഡൽ കൂടിയാണ്. കേരളത്തിൽ ഇത് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനകത്ത്. എന്നാൽ കേരളത്തിലേക്കും അത് വ്യാപിച്ചു, അല്ലെങ്കിൽ അത് പടർന്നു എന്ന രീതിയിലുള്ള തെളിവ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ ഉണ്ടായിരുന്നത് അതിന്റെ എല്ലാം കേരള മോഡലാണ് മറ്റത്തൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ആ പഞ്ചായത്തിൽ LDF പ്രസിഡന്റ് വരുന്നത് തടയാനാണ് കോൺഗ്രസ് നേതാക്കൾ BJPയോടൊപ്പം പോയി BJPയിലേക്ക് പോവുകയും അതവർ തുറന്നു പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും LDFന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ്, ഉദാഹരണം തന്നെയാണ്. മാത്രമല്ല, ഇതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP ആകാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. ഒരുപക്ഷെ നാളെയും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതേ രീതിയിലുള്ള പ്രവണത കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ സംഭവിച്ചിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല, മനസാക്ഷി കുത്തുമില്ല എന്ന് തന്നെ തെളിയിക്കുന്നു. BJPയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകും എന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റത്തൂരിൽ അനുയായികൾ നടപ്പാക്കിയത്. സംസ്ഥാനത്ത് പലയിടത്തും BJP കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നത് തദ്ദേശ ഫലത്തിൽ വ്യക്തമാണ്. ആ ഫലത്തിൽ തന്നെ നമ്മൾ കണ്ടതുമാണ് എത്രത്തോളമാണ് UDFന്റെ വോട്ട് BJPയിലേക്ക് മറിഞ്ഞതെന്നും BJPയുടെ വോട്ട് UDFിലേക്ക് മറിഞ്ഞതും എന്നുള്ളത്. അതവർ ഒരു മടിയുമില്ലാതെ തുടരുന്നു, അത് തുറന്നു പറയുന്നു. ആ രീതിയാണ് മറ്റത്തൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിൽ വരും ദിവസങ്ങളിലും, അല്ലെങ്കിൽ കേരളത്തിൽ മറ്റ് ഉത്തരേന്ത്യൻ മോഡലിൽ എങ്ങനെയാണോ അത് കേരളത്തിലേക്കും നടപ്പാക്കാനുള്ള, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നത് എന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളെയും പറ്റിച്ച അധികാര രാഷ്ട്രീയം കളിക്കാനും സംഘപരിവാറിന് നിലമൊരുക്കാനുമുള്ള രാഷ്ട്രീയ അല്പത്തരം കൂടി സ്വാഭാവികവൽക്കരിക്കാനും അതോടൊപ്പം തന്നെ വ്യാപിപ്പിക്കാനുമുള്ള കോൺഗ്രസിന്റെ കുടില തന്ത്രങ്ങൾ നേരത്തെ തന്നെ തുറന്നു കാട്ടിയിരുന്നു. സർക്കാർ അത് പറഞ്ഞതാണ്, LDF അത് പറഞ്ഞതാണ്. അതൊക്കെയും ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. മറ്റത്തൂർ മോഡൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. ഒപ്പം തന്നെ ഇതിന്റെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ വിലയിരുത്തും. ജനങ്ങൾ കോൺഗ്രസിന്റെ ഈ നീക്കങ്ങളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കും. ജനങ്ങൾ വോട്ട് കൊടുത്തത് കോൺഗ്രസിനും, കോൺഗ്രസിൽ നിന്ന് അത് BJPയിലേക്ക് മറിയുകയും BJPയിലേക്ക് കാലെടുത്ത് വെക്കുക, അങ്ങനത്തെ രീതിയിലുള്ള പ്രവണതകളൊക്കെയും തന്നെ ജനങ്ങൾ അത് വിലയിരുത്തുമെന്ന് തന്നെയാണ് ഇതൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത്. യെസ്, ഓക്കെ. ഏതായാലും രൂക്ഷ വിമർശനമാണ് സംഘപരിവാറിന്
വേരുറപ്പിക്കാനുള്ള നിലമൊരുക്കാനുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ BJP കോൺഗ്രസ് അവിശുദ്ധ ബാന്ധവത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് മാനസ മനോജ് സംസാരിച്ചത്.